നമുക്കെല്ലാം അറിയാവുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു സംഭവമുണ്ട്. ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ തൻ്റെ ജീവൻ ഒടുക്കിയ സംഭവം. ഒരാളുടെ ജീവിതം തകർത്ത് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അയാളെ നശിപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ പശ്ചാത്തപിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അയാളോട് സഹതാപം തോന്നി സോറി പറഞ്ഞതുകൊണ്ടോ അയാൾക്ക് നഷ്ടപ്പെട്ടതൊന്നും ഒരിക്കലും തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ല. നമുക്കെല്ലാം അറിയാവുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു സംഭവമുണ്ട്. ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ തൻ്റെ ജീവൻ ഒടുക്കിയ സംഭവം കേരളക്കരെ ആകെ ഒത്തിരി ദുഃഖിച്ച ഒരു സംഭവമാണ്. അതിൻ്റെ പിന്നിൽ ആ സ്ത്രീ മാത്രമാണോ ഉണ്ടായിരുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്ക്. ആ സ്ത്രീ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അതിൻ്റെ പിന്നിൽ എത്രയോ പേരെ കമൻറ്റുകൾ എഴുതി, എത്രയോ പേരെ അത് ഷെയർ ചെയ്തു. അതുകൊണ്ടല്ലേ അത് അത്രയേറെ വൈറലായി തീരാൻ കാരണമായി തീർന്നത്. അതുകൊണ്ടല്ലേ ലോകം മുഴുവൻ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിയതും ആ മനുഷ്യൻ ആ രീതിയിലേക്ക് മാറിയതും. സ്നേഹമുള്ളവരെ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് ഒരാളിനെ അപമാനിക്കുന്നതാണ് ഏറ്റവും വലിയ മുറിവെന്ന് പറയുന്നത്. ആ ഷെയർ ചെയ്തവർ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞോ? അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടവർ അതിൻ്റെ സത്യാവസ്ഥകളെക്കുറിച്ച് തിരക്കിയോ? ഒരാൾ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ അത് അനേകർക്ക് ഷെയർ ചെയ്തു. ഒത്തിരിയേറെ പേര് രസിച്ചു. അനേകർ അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട് ഒത്തിരി പേര് സന്തോഷിച്ചു. ഷെയർ ചെയ്തവരും കമൻ്റ് ചെയ്തവരുമൊക്കെ ആ വ്യക്തിയുടെ മരണത്തിന് ഉത്തരവാദിയല്ലേ? മറ്റു സ്ത്രീ മാത്രമാണോ? സ്നേഹമുള്ളവരെ, ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതൊരിക്കലും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക. ആദ്യം അതിൽ സത്യമുണ്ടോ, അതിൻ്റെ സത്യാവസ്ഥ തിരക്കുക. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും അഭിപ്രായം പറയുക. ബൈബിളിലെ ഒരു വാക്യം ഇപ്രകാരമുണ്ട്: വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, കുറ്റക്കാരനോട് ചേർന്ന് നിന്ന് കള്ളസാക്ഷ്യം പറയരുത്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുതെന്നാണ് പറയുന്നത്, കേൾക്കരുതെന്നല്ല. നമുക്ക് കാതുകളുള്ളത് എല്ലാം കേൾക്കാനാണ്. എന്നാൽ കേൾക്കുന്നത് സത്യമാണോ എന്ന് വിവേചിച്ചറിഞ്ഞിട്ട് മാത്രം അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷെയറും നമ്മുടെ ഒരു അഭിപ്രായവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേദന ഉളവാക്കും. ഒരുപക്ഷെ അത് അയാളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ഓർക്കുക, ഏത് വാർത്ത എവിടെ കേൾക്കുമ്പോഴും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മളെല്ലാവരും ആ സ്ത്രീ എടുത്ത വീഡിയോ കണ്ടതാണ്. കണ്ടവർക്ക് തന്നെ എല്ലാവർക്കും അറിയാം അത് മനഃപൂർവ്വം എടുത്ത വീഡിയോയാണ്. ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടി മാത്രം, റീച്ചിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി എടുത്ത വീഡിയോ ആണ് എന്ന്. എന്നിട്ടും അതറിഞ്ഞിട്ടും എത്രയോ പേരെ അത് ഷെയർ ചെയ്ത് ലോകം മുഴുവൻ അറിയിച്ചില്ലേ? എത്രയോ പേര് അതിൻ്റെ അടിയിൽ മോശമായ എത്രയോ കമൻറ്റുകൾ ഇട്ടില്ലേ? അതിൻ്റെ സത്യാവസ്ഥകളെക്കുറിച്ച് ആരെങ്കിലും തിരക്കിയോ? ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ഏതെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് പ്രതികരിക്കുക. അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിന് ഉത്തരവാദി പറഞ്ഞവരും പ്രതികരിച്ചവരും അതിന് ഉത്തരവാദികളായിത്തീരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.